ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആകാശും രചനയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ആകാശ് ഈ രചനയോട് പറയാണ്, നീ സങ്കടപ്പെടാതിരിക്കുക, രണ്ട് മക്കളെയും നമുക്ക് തന്നെ പിടിച്ചെടുക്കാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കൊന്നും മിണ്ടാതിരിക്കുക ആകാശ്. എൻ്റെ മകൻ പോയതിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് ഓരോ വാഗ്ദാനങ്ങളും തരരുത്. ഞാനാണെങ്കിൽ നിങ്ങളിങ്ങനെയൊക്കെ പറയാൻ നേരത്തെ ഞാൻ ഒരുപാട് സന്തോഷിച്ച് ഞാനതെല്ലാം വിശ്വസിക്കും. ഇനിയും എന്നോട് ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും പറയാൻ നിൽക്കരുത് രചന, എന്നൊന്ന് വിശ്വസിക്കേ. അവിടെ നടക്കാൻ പോകുന്ന സീനുകളെല്ലാം ഞാൻ മുൻകൂട്ടി അറിഞ്ഞ സംഭവങ്ങളാണ്. കാരണം ഈശ്വരയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കാനായിട്ട് പോവാണ്. ആ സമയത്ത് ഈ നിന്റെ രണ്ട് മക്കളെയും അവൾക്ക് എവിടെയാണ് നോക്കാൻ സമയം കിട്ടുന്നത്? പിന്നെ അവളിൽ നിന്നും ആ മക്കള് ഒഴിഞ്ഞു തന്നെ പോകും. കണ്ടോ, അവർക്ക് ഇഷിതയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുകയും ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചന ആകെ ഒന്നിങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് മക്കളെയും നമുക്ക് പിടിച്ചെടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആകാശ് വാഗ്ദാനങ്ങൾ കൊടുക്കുക. പിന്നീട് കാണിക്കുക നമ്മുടെ ഇഷിതയാണ്. അപ്പം ഇഷിതയാണെങ്കിൽ ബെഡ്റൂമിൽ ഇരുന്ന് തൻ്റെ വയറിങ്ങനെ തടകി തൻ്റെ കുഞ്ഞിനെ തലോടുക. ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ മഹേഷ് വരിക്കണം. മഹേഷ് ആണെങ്കിൽ മോന്തയും വിരിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ മഹേഷിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റി മഹേഷേ, എന്തെങ്കിലും മോന്തയും വിരിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും താൻ എന്നോട് മിണ്ടണ്ട. താനെന്നാലും എൻ്റെ വാക്ക് ധിക്കരിച്ചില്ലേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അങ്ങനെ കിടന്ന് തുള്ളല്ലേന്ന്. എന്നിട്ട് എൻ്റെ വാക്ക് പോലും ധിക്കരിച്ചുകൊണ്ടാണ് ആ കിടന്ന് തുള്ളൽ മുഴുവനും തുള്ളിയത്. തനിക്ക് എന്തെങ്കിലും വന്നു പോയിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ, അതാണോ കാര്യം? ഞാനേ ആദിക്ക് വേണ്ടിയല്ല അതെല്ലാം ചെയ്തത്. എടോ, താൻ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, താൻ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കാര്യം കൂടെ ആലോചിക്കണം. അതെൻ്റെ കൂടി കുഞ്ഞല്ലേ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വേദനയൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അതെന്താ മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചപ്പോഴേക്കും അത് ശരി, അപ്പോൾ അച്ഛൻ അങ്ങനെയാ പറയുന്നതല്ലേ. അപ്പോൾ ഒരു മകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെയെല്ലാം ചെയ്തത്. നോക്കിക്കണ്ടേ, എൻ്റെ കുഞ്ഞിനും ആ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ആദിമോൻ ആകെ ടെൻഷൻ അടിച്ചും സങ്കടത്തോടു കൂടി തന്നെയല്ലേ വന്നത്. അവൻ്റെ പ്രസവിച്ച അമ്മനെ വിട്ടിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അവന് സന്തോഷം കൊടുക്കണ്ടേ. അപ്പോൾ എൻ്റെ കുഞ്ഞിനോടും അനുവാദം ചോദിച്ച് ആദിയെ സന്തോഷിപ്പിക്കാനും ഞാൻ അങ്ങനെ ചെയ്തു. അതിലിപ്പോൾ എന്താണ് തെറ്റ്? പിന്നെ അതെന്തിനു വേണ്ടിയാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദിയുടെ ചെവിയിൽ പറഞ്ഞായിരുന്നു, കുഞ്ഞുവാവ സന്തോഷിക്കണമെങ്കിലേ ചേട്ടനും ചേച്ചിയും കൂടി സന്തോഷത്തോടെ അവരുടെ ചുറ്റിനും തുള്ളണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ആ മുഖത്തെ സന്തോഷമേ ആരും കണ്ടില്ല, പക്ഷെ ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മൂന്നോരും കിടന്ന് ആ തുള്ളൽ മുഴുവനും തുള്ളിയത്. എൻ്റെ കുഞ്ഞിൻ്റെ അപ്പുറത്തിപ്പുറത്തും അവൻ്റെ ചേട്ടനും അവൻ്റെ ചേച്ചിയും നിന്ന് തുള്ളുന്നത് എൻ്റെ കുഞ്ഞും നേരിട്ട് കാണുന്നില്ലെങ്കിലും അവൻ ആ ഒരു അനുഭവം അറിയുന്നുണ്ടായിരുന്നു വയറ്റിൽ കിടന്ന്. അതുകൊണ്ടാണ് മഹേഷ് വിചാരിക്കുന്നത് പോലെ ഞാൻ ഒരുപാട് കിടന്ന് അങ്ങോട്ട് തുള്ളിക്കളിച്ചൊന്നുമില്ല. എനിക്കറിയാലോ എൻ്റെ ശരീരം നോക്കാനായിട്ട്. അതുകൊണ്ട് നോർമലായിട്ട് തന്നെയാണ് ഞാൻ തുള്ളിയതെന്നൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കുമാണ് മഹേഷിന് ഭയങ്കര ആശ്വാസം തോന്നിയത്. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന്? ഓഹോ, അപ്പം അതായിരുന്നു തൻ്റെ മനസ്സിലിപ്പല്ലേ. മഹേഷ് വിചാരിക്കുന്ന പോലെ അല്ല മഹേഷേ. എനിക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അങ്ങനെ നമ്മുടെ മഹേഷ് ഇഷിതയെ ഇങ്ങനെ വട്ടിങ്ങനെ ചേർത്ത് പിടിക്കാം. അങ്ങനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തന്നെ തെറ്റിദ്ധരിച്ചു പോയല്ലോ. ഞാൻ വിചാരിച്ച് എൻ്റെ വാക്ക് പോലും കേൾക്കാതെ താൻ കിടന്ന് തുള്ളുകയാണെന്ന്. അങ്ങനെ മഹേഷിൻ്റെ വാക്ക് ഞാൻ കേൾക്കാതിരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ ഒരു സീൻ അവിടെ കട്ടാക്കുക. പിന്നീട് നമ്മുടെ രചനയെ തന്നെ കാണിക്കണം. അപ്പോൾ രചനയാണെങ്കിൽ ഉറപ്പില്ലാതെ ഇങ്ങനെ സെറ്റിൽ വന്നിങ്ങനെ ഇരിക്കുക. അപ്പോൾ സെറ്റിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ മകനെക്കുറിച്ചാണ് രചന അവിടെ ആലോചിക്കുന്നത്. അപ്പോൾ രചന ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അതിങ്ങനെ പറയുകയാണ്, മമ്മി എന്നെ ദയവ് ചെയ്ത് ഇനി അങ്ങോട്ട് വിളിക്കരുത്. എനിക്ക് അവിടെ ജീവിക്കാനായിട്ട് കഴിയില്ല മമ്മി. എനിക്ക് അങ്കളോടൊത്ത് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടേണ്ടി വരും മമ്മി. അങ്കിളുടെ സ്വഭാവം മമ്മിക്ക് അറിയാൻ പാടത്തുകൊണ്ടാണ്. അയാൾക്ക് വേറൊരു മുഖമുണ്ട് മമ്മി അത് തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ രചനയുടെ കാല് പിടിച്ച് കേണപേക്ഷിച്ച് കരയുന്ന ആ സീനുകൾ മുഴുവനും ഒരു നിമിഷം രചന അവിടെ ആലോചിക്കുകയാണ്. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്ക് രചനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നിക്കുക. അങ്ങനെയെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹേഷ് വരുന്നത്. അപ്പോൾ മഹേഷ് അല്ല, നമ്മുടെ ആകാശ് വരുന്നത്. അപ്പോൾ ആകാശ് ഇങ്ങനെ കുടിച്ച് ലെക്ക് കേട്ടാണല്ലോ, എന്താ രചന താൻ കിടന്ന് ഉറങ്ങുന്നില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്.
താൻ ഇപ്പോഴും തൻ്റെ മകനെക്കുറിച്ച് ചിന്തിക്കുകയാണെന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് അവനെക്കുറിച്ച് ചിന്തിക്കാനല്ലേ പറ്റുള്ളൂ. അവൻ എന്നെ വിട്ടു പോയിട്ട് എനിക്കാണെങ്കിലും ഒരു മനസ്സമാധാനമില്ല, ഉറക്കം വരുന്നില്ല, ആകെ വല്ലാത്തൊരവസ്ഥയിൽ നീറിക്കൊണ്ടിരിക്കുകയാണ്. ആകാശിന് അങ്ങനെയൊക്കെ പറയാം. ഇത് കേട്ടോ ആകാശിന് കാലി വരിക, കൈ ചുരുട്ടി അവൾക്കിട്ടൊന്ന് കൊടുത്താലോ എന്ന് വരെ നമ്മുടെ ആകാശിന് ചിന്തയുണ്ട്. എൻ്റെ രചന, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. തന്നെ താൻ ഒരിക്കലും അങ്ങനെ വീണ്ടും രചനയാണെങ്കിൽ ആദിയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഈ ആകാശനാണെങ്കിൽ ആകെ കലിയും വരുന്നുണ്ട്. ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നൊക്കെ ചിന്തിച്ച്. അപ്പോൾ നമ്മുടെ ആകാശ് പറയണം, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ആ കുടുംബത്തിൻ്റെ നാശം കാണാൻ വേണ്ടി തന്നെയാണ് ആ കുഞ്ഞ് ജനിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഏതായാലും നാളെ ആ വീട്ടിലേക്ക് ചെല്ലണം. ഇതിൽ രചന നീ പോയി നിന്റെ മകനെ കാണ്, സംസാരിക്കേ, അവനെ കണ്ട കാര്യങ്ങളെല്ലാം പറ. അപ്പോൾ നിന്റെ മകൻ്റെ മനസ്സ് മാറിയാലെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആകാശ് പറഞ്ഞത് സത്യമാണോ? ഞാൻ പോയി കണ്ടോട്ടെ കൊച്ചിനെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ആകാശം കൂടി എൻ്റെ കൂടെ വരണമെന്നും പറയണം എൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മഹേഷ് എന്നെ 2-3 ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, അവരുടെ മുന്നിൽ നാണം കെട്ടാലും കുഴപ്പമില്ല, നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങോട്ട് ചെന്ന് ഈ നമ്മുടെ രചനയും അതേപോലെ തന്നെ ആകാശം കൂടി മഹേഷിനെ കാത്തു നിൽക്കുന്നത് കൊച്ചിനെ കാണാനായിട്ട്. അപ്പോൾ ഇഷിത വരിക. ഇഷിത വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് നാണില്ല ഇങ്ങോട്ട് വരാനായിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും മഹേഷ് വന്നിട്ട് നിന്നോട് ആരാ പറഞ്ഞു ഇങ്ങോട്ട് വരാനായിട്ട്? ഇവളെന്തിന് ഇവിടെ നിങ്ങൾ ആരാണ് കയറ്റി വിട്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഡോറ് തുറന്നു കിടക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നത്. അകത്തേക്ക് കയറിയത് ആരോടും അനുവാദം ചോദിക്കാതെ എനിക്ക് എൻ്റെ മോനെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോനെ കാണാനോ? എടി നിന്നെ പോലെ ഒരു അമ്മയെ കിട്ടിയതാണ് ആ കൊച്ചിൻ്റെ ഏറ്റവും വലിയ ദോഷമായ കാര്യം. എൻ്റെ മോനെ കാണാൻ വേണ്ടി നീ ഈ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല. കോടതി ഒരു സമയവും ഡേറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്തിനും ഡേറ്റിലും മാത്രമേ കുഞ്ഞിനെ കാണാനായിട്ട് ഞാൻ അനുവദിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് സങ്കടം തോന്നിക്കുക. അപ്പോഴേക്കും ഈ ഇഷിതയും പറയാണ്, അതെ ഈ ആദിയെ കാണാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, അവനെ എൻ്റെ മോനാണ്. നിൻ്റെ മോനോ? നിൻ്റെ മോനെന്ന് പറയാൻ നിനക്ക് എന്താണ് അവകാശം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവകാശമുണ്ട്, കാരണം ഞാൻ മഹേഷിൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് മഹേഷിൻ്റെ മക്കളുടെ അമ്മയാകാനുള്ള അവകാശം എനിക്കുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ രചന, നീ കണ്ടവന്മാരുടെ ഇപ്പോൾ കൂടെ കിടക്കുമല്ലോ, അവരുടെയൊക്കെ മക്കളായിട്ട് നീ നിൻ്റെ മകനെ താരതമ്യം ചെയ്യാനായിട്ട് പാടുണ്ടോ? ഇവൻ എന്താണ് അധികാരം എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ആകാശാണെങ്കിൽ ആകെ ചമ്മി നാറിയ അവസ്ഥയിലായി പോവുകയാണ്. കാരണം അത്രയ്ക്കും നാണം കെട്ടൊരു രീതിയിലാണ് അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിക്കണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് ആദി വരുന്നു. അപ്പോൾ ആദി മമ്മിയെ കണ്ടാകെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ ആദി എന്ന് വിളിച്ചുകൊണ്ട് നേരെ രചന അവിടെ ചെല്ലുക. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മമ്മി എന്തിനാ ഇങ്ങോട്ട് വന്നോ? മമ്മിക്കൊരു വാക്ക് പറയാറില്ല, മമ്മിക്ക് എന്നെ വിളിക്കാറുന്നില്ലേ? ഞാൻ മമ്മിയെ കാണാനായിട്ട് അങ്ങോട്ട് വരുമായിരുന്നല്ല, പിന്നെ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് മമ്മി എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മോനെ, എടാ നിന്നെ കാണാതെ എനിക്ക് ഉറക്കം പോലും വരുന്നില്ല, ഇന്നലെ രാത്രി ഞാനൊരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ മനസ്സമാധാനത്തോടെ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദ്യമാണെങ്കിൽ ഡാഡി എനിക്ക് മമ്മിയോട് പേഴ്സണലായിട്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് പോയി സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് പറയണം വേണ്ട ആദി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അവിടെ ഇഷിത തടയുകയാണ്. വേണ്ട മഹേഷേ, അവന് താല്പര്യമുണ്ടെങ്കിൽ മമ്മിയോട് സംസാരിക്കട്ടെ എന്ന് ഇഷിത പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോനെ നീ ചെല്ല്, നീ ഏതായാലും നിൻ്റെ മമ്മിയോട് പോയി സംസാരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദി രചനയും കൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും ഈ ആകാശമാണെങ്കിൽ ഒരു പൊട്ടിയായിട്ട് ചിരി. ഇപ്പം എന്തായി? എടാ എന്തൊക്കെ വന്നാലും ഏതൊക്കെ വന്നാലും അവൻ്റെ അമ്മയാണ് പോയത്. ഇഷിത എപ്പോഴും രണ്ടാനമ്മ തന്നെയാണ്. അതുകൊണ്ട് അവൻ്റെ മനസ്സ് മാറ്റാമെന്ന് ആരും ഒരു കാരണവശാലും വിചാരിക്കണ്ട, നിനക്ക് നിൻ്റെ മകനെ നഷ്ടപ്പെടുകടാ എന്ന് മഹേഷിനെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ ഇറ്റ്. ബൈ.